ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ബാഗൽ ഇവരെ കാണാനായി ജയിലിൽ എത്തിയത്. ഛത്തീസ്ഗഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമായിരുന്നു നിർബന്ധിത മതപരിവർത്തനം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുകളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്നും ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് പുറത്താവുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതിലും ദുരൂഹതയേറുകയല്ലേ? 2021 കോൺഗ്രസിൽ ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായി ഛത്തീസ്ഗഡ് ഭരിക്കുമ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അനധികൃത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അതിലൊരു വൈദികനും 4 പാസ്റ്റർമാരുമാണ് ഉൾപ്പെട്ടിരുന്നത്. ആദിവാസികളായ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇവർക്കെതിരായ കുറ്റം. ഇതിന് അർത്ഥമാക്കുന്നത് ഛത്തീസ്ഗഡിൽ ആര് ഭരിച്ചാലും ആദിവാസികളെ നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നുള്ളത് തന്നെയാണ്. അതിന് എതിരായി കൃത്യമായ നിയമങ്ങൾ ഛത്തീസ്ഗഡിലുണ്ട്. അത് BJP എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഛത്തീസ്ഗഡിലെ അവസ്ഥ. കാരണം സെൻസിറ്റീവാണ് ആ ഇഷ്യൂ എന്നുള്ളത്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് നിലവിൽ കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയക്കാരും ഒരു വിഭാഗം മാധ്യമങ്ങളും ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഈ വിഷയം ഇപ്പോൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഈ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരുന്നതിന് മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് വസ്തുത. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇവിടുത്തെ. ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് പോലും, ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ഈ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുകയോ ഈ വിഷയത്തിലൊരു പ്രതികരണം നൽകുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം UDFൻ്റെ MPമാർ വന്നപ്പോൾ ജയിലിനുള്ളിൽ കയറാൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഭൂപേഷ് ബാഗൽ വന്ന് അകത്ത് കയറുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് തിരിച്ചു പോയതൊഴിച്ചാൽ അവർ അനങ്ങിയിട്ടില്ല. ഇവിടുത്തെ സഭ പരസ്യ പ്രകടനവുമായി കേരളത്തിൽ നമ്മൾ കണ്ടിരുന്നു. പല ഭാഗത്തും കേക്ക് വേണ്ട, ചായ തരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുന്നത്. അത്തരത്തിൽ കേക്ക് വേണ്ടെന്ന് പറയാനോ ചായ തരില്ലെന്ന് പറയാനോ ഛത്തീസ്ഗഡിലെ ഒരു സഭാ മതമേലധ്യക്ഷന്മാരെയും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.